ജീവിത വിഘ്നങ്ങൾ തീർത്ത് നമ്മെ കാത്തു പരിപാലിക്കുന്ന ശ്രീ ഗണപതി ഭഗവാൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു വരുന്ന ദൈവിക സന്നിധിയിൽ നമ്മൾ തുടരുകയാണ്. തിരുമേനിയുടെ വാക്കിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ചെറുതായി ഞാൻ അതിൻ്റെ ഐതിഹ്യം പറയാം. കൊട്ടാരക്കരയിൽ പ്രധാനമായി 2 ശിവക്ഷേത്രമാണുള്ളത്. കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിലെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിൻ്റെ വേരിൽ ഒരു ചൈതന്യം കാണുകയും അതിലൊരു ബാലഗണപതി വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്തു. ഈ വിഗ്രഹവുമായി അദ്ദേഹം പ്രധാന പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ഈ ഉണ്ണി ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ അത് നിരസിക്കുക മാത്രമല്ല, ഇത് ശിവക്ഷേത്രമാണ്, ഇതിനെക്കുറിച്ച് പെരുന്തച്ചൻ എന്തറിയാം, നാമാണ് എല്ലാം അറിയുന്ന ആൾ എന്നുള്ള ഒരു ഭാവത്തിൽ അയാൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. നിരാശനായ പെരുന്തച്ചൻ ഈ വിഗ്രഹം കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്നൊരു സങ്കടവും ഇതിലൊരു ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ കിഴക്കേക്കര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിക്കാൻ മണികണ്ഠേശ്വര ക്ഷേത്രത്തിലെത്തി. അവിടുത്തെ പുരോഹിതൻ ശിവഭഗവാന് നിവേദിക്കാനായിട്ട് കൂട്ടപ്പം തയ്യാറാക്കുകയായിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി ഈ ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ പെരുന്തച്ചനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാലോ. തെക്കോട്ട് ദർശനമായി ആ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഉണ്ണി ഗണപതി വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പെരുന്തച്ചൻ പുരോഹിതനോട് ഗണപതിക്ക് കഴിക്കാൻ നിവേദ്യം ചോദിച്ചു. ഒരു ഇലയിൽ 7 കൂട്ടപ്പം ഗണപതിക്ക് നിവേദിച്ചു. അങ്ങനെ സന്തോഷവനായി പെരുന്തച്ചൻ യാത്രയായി. ഉണ്ണി ഗണപതിക്ക് വിശപ്പ് മാറുന്നില്ല എന്ന് പുരോഹിതന് മനസ്സിലായി. മഹാദേവന് നിവേദിക്കുന്ന അവിലും മലരുമൊക്കെ ഗണപതി വലിച്ചെടുക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പുരോഹിതൻ ഗണപതിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ കൂട്ടപ്പം തയ്യാറാക്കി ഗണപതി കുഞ്ഞിന് കൊടുത്തു. അതിൽ ഗണപതി സംതൃപ്തനായി. അതുകൊണ്ട് തന്നെ ഇന്നും ഭഗവാന്റെ മുന്നിൽ ഇരുന്നാണ് കൂട്ടപ്പം തയ്യാറാക്കുന്നത്. ഇനി എങ്ങനെയാണ് ദർശനം എന്ന് നോക്കാം. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണെങ്കിലും ദർശനവശത്തു നിന്ന് പ്രവേശനമില്ല. നടയ്ക്കു മുന്നിൽ വിശാലമായ ഒരു ക്ഷേത്രക്കുളമുണ്ട്. തെക്കേ നടയിൽ ഗണപതിയുടെ നടയിലേക്കും പ്രവേശന കവാടമുണ്ട്. ശിവക്ഷേത്രമായതിനാൽ പൂർണ്ണ പ്രദക്ഷിണമില്ലാന്ന് എല്ലാവർക്കും അറിയാലോ. വടക്കുഭാഗത്ത് പുണ്യവൃക്ഷമായ അരയാൽ കാണാം. ശിവന്റെ നടയ്ക്കു മുന്നിൽ പണിത ഭഗവാന്റെ വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം കൂടി നമുക്ക് കാണാവുന്നതാണ്. നാലമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇവിടെ കെട്ടുനിറയ്ക്കാറുണ്ട്. ശാസ്താവിന് തൊട്ടടുത്ത് നാഗദൈവങ്ങളും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ബാലസുബ്രഹ്മണ്യനും ഉണ്ട്. ഇനി ഉത്സവം. മേടമാസത്തിലെ തിരുവാതിര നാളിലാണ് മഹാദേവന് ആറാട്ട്. 11 ദിവസത്തെ ഉത്സവമാണ്. വിശേഷാൽ പൂജകളും താന്ത്രിക ക്രിയകളും നടത്തിവരുന്നു. നട തുറക്കുന്നതും അടയ്ക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ശ്രീ നാരായണൻ നമ്പൂതിരി നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും തിരുമേനിയുടെ വാക്കുകളിലേക്ക് പോയാലോ? ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ ഉണ്ണിയപ്പത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുമ്പോൾ നമ്മൾ സർവാഭിഷ്ട നിവാരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനിൽ അർപ്പിക്കുന്ന നിവേദ്യമാണ് കൂട്ടപ്പ നിവേദ്യം അല്ലെങ്കിൽ ഉരുളി നിവേദ്യം എന്ന് പറയുന്നത്. ഇവിടെ 9 അപ്പക്കാരയിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ് ഈ കൂട്ടപ്പ നിവേദ്യത്തിനായി അല്ലെങ്കിൽ ഉരുളി നിവേദ്യത്തിനായി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഭക്തൻ്റെ ജന്മനക്ഷത്രവും പേരും മേൽശാന്തി സങ്കല്പമറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ഉരുളി നിവേദ്യം ഭഗവാന് സമർപ്പിച്ച് സർവാഭിഷ്ട കാര്യസിദ്ധിക്കായി അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി മനസ്സിലാക്കി ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതാണ്ട് ഒരുപാട്
ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് ഉരുളി നിവേദ്യം നടത്തിയിട്ടുണ്ട്. അവരുടെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അത് എന്താണോ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നത്, അത് വിവാഹമാകാം, അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ നല്ല അനുഭവങ്ങളാവാം, സന്താനമാകാം, വിദ്യാഭ്യാസമാകാം, അല്ലെങ്കിൽ ജോലിയാകാം, അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളാവാം, എന്തു തന്നെയായാലും അത് നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനോട് ആ നിവേദ്യം നടത്തിക്കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത ഉണ്ടാകും. അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ അനുഭവവും ഇതുതന്നെയാണ്. ഏതാണ്ട് ഈ 2 മാസക്കാലത്തിനകം തന്നെ 40-ലധികം ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചതായി തിരിച്ച് വഴിപാട് നടത്തി 2 ആഴ്ചയ്ക്ക് തന്നെ അതിൽ പൂർത്തീകരണമായി ഇവിടെ വന്ന് നേരിട്ട് അറിയിച്ച ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം മഹാഗണപതിയുടെ അനുഗ്രഹം. ഞാൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇവിടുത്തെ ഉണ്ണിയപ്പം. ഭഗവാന് പ്രിയപ്പെട്ട നൈവേദ്യമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. ആ ഉണ്ണിയപ്പത്തിന് ഒരുപാട് ചേരുവകളുടെ ഒരു പൂർണ്ണതയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായി തയ്യാറാക്കുള്ള പോലെ തന്നെ അരിപ്പൊടി, പാളയംതോടൻ പഴം, ശർക്കര, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ, അതുപോലെ നെയ്യ്, ചുക്ക്, ഏലം, പഞ്ചസാര തുടങ്ങി കുറച്ച് പ്രധാന ചേരുവകളുടെ പൂർണ്ണതയാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു രുചി ചേരുവകളുടെ മാത്രം ഒരു അനുഗ്രഹമല്ല, അത് ഭഗവാന്റെ സന്നിധിയിൽ തയ്യാറാക്കുന്നതിൻ്റെ ഒരു മഹിമ കൂടി അതിൻ്റെ രുചിയിൽ. അതെ അതെ അതെ. അപ്പം അതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നതിലും അതിൻ്റെ ഭഗവാന്റെ സന്നിധിയിൽ തയ്യാറാക്കുന്നതിൻ്റെയും ഒരു പൂർണ്ണത അതിന് പ്രത്യേകത തന്നെയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ അത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പോയിട്ട് തൊഴുകയൊക്കെ ചെയ്തു, പക്ഷേ പായസം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അല്ല, തീർച്ചയായിട്ടും അതൊരു അവസരത്തിൽ അതുകൊണ്ട് നമ്മൾ ഭഗവാൻ ഏതൊരു സ്ഥലത്ത്, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലായാലും അമ്പലപ്പുഴയിലായാലും എവിടെ തന്നെയായാലും നമ്മൾ ഭഗവാനോട് അടുക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നു ആ ഒരവസരത്തിൽ ഭഗവാൻ അതിന് അവസരം തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കൊട്ടാരക്കര തീർച്ചയായും നിങ്ങളിപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്നൊരു ഉൾവിളിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം അതൊരു ഭഗവാന്റെ അനുഗ്രഹമുള്ള ദിവസം തന്നെയാണ് എത്തിയത്. ഭഗവാനെ 2 രീതിയിൽ നിങ്ങൾക്ക് ദർശനം നടത്താൻ പറ്റും. ഇന്നലെ നിങ്ങളിവിടെ എത്തിയപ്പോൾ ഭഗവാന്റെ ആ യഥാർത്ഥ ദാരു ശില്പത്തിലുള്ള ആ ഒരു പ്രതിഷ്ഠ നിങ്ങൾക്ക് നേരിട്ട് ദർശനം നടത്താൻ പറ്റി. എന്നാൽ ഇന്ന് ഉദയാസ്തമന പൂജ ദിവസം, ഇപ്പോൾ ഉദയാസ്തമന പൂജ നടക്കുന്നത് 2010-11 ബുക്ക് ചെയ്ത ഭക്തജനങ്ങളുടെ ഉദയാസ്തമന പൂജയാണ് ഇപ്പോൾ 2025 നടക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഇത്രയും ദൂരം വരുമ്പോൾ ആ ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതും ഭഗവാന്റെ ആ രജത അങ്കിയിലുള്ള ദർശനവും ഒരു മഹത് ഭാഗ്യം തന്നെയാണ്. എന്തായാലും മഹാഗണപതിയുടെ അനുഗ്രഹം നിങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മാധ്യമത്തിലൂടെ ഇത് വീഡിയോയും അതിൻ്റെ ഓഡിയോയും ഒക്കെ കേൾക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മഹാഗണപതിയുടെയും മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും കലിയുഗവരതനും കാനനവാസനും സേവിപ്പവർക്ക് ആനന്ദമൂർത്തി കൺകണ്ട ദൈവവും അനാഥരക്ഷകനും ആപദ്ബാന്ധവനുമായ ധർമ്മശാസ്താവിൻ്റെയും മുരുക ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെയും നാഗദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും വിശിഷ്യ കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹവും ഏവർക്കും ഉണ്ടാകട്ടെ. ഇവിടെ കീശാന്തി ലാവണത്തിനാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ജോലി ചെയ്യാൻ അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും മുജ്ജന്മ സുഹൃതവും ഒരു പൂർവിക അനുഗ്രഹവുമായി മഹാഗണപതിയുടെ സവിധത്തിൽ വരാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെ അതിനെ കാണുന്നു. അതോട് ഇവിടെ വന്നിപ്പോൾ തിരുമേനയായിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ആയിട്ട് വന്നതാണ്. കാരണം ഒരിക്കലും ഇവിടെ എത്തിപ്പെടാനുള്ളത് ഒരു മനസ്സിൽ പ്രാർത്ഥനയിൽ വന്ന് ഇവിടെ എത്തിയതാണ്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടെന്നല്ലാതെ ജസ്റ്റ് ഇപ്പം എന്താ ജിസുമാരൊക്കെ ഇവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ ഞാനൊന്ന് കേട്ടിട്ടുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹമൊന്നും മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് അതൊരു അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നി ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഇവിടുന്ന് ഈ വിവരങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പകർത്താൻ പറ്റുന്നത് അതും വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഭഗവാന് അർപ്പണത്തോടുകൂടി പിന്നെ പ്രാർത്ഥിക്കുന്ന ഭക്തനെ ഭഗവാൻ കൈവിടില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് മടങ്ങുള്ളൂ. ആയിക്കോട്ടെ, സന്തോഷം. തിങ്കളാഴ്ച ഇവിടെ വരുന്ന ഒരു ഭക്തയുടെ വാക്കുകളും കേൾക്കാം. പിന്നെ തിങ്കളാഴ്ച നോക്കുന്നത് ഭർത്താവിന് വേണ്ടിയാണ്. വ്രതമായിട്ടൊന്നുമില്ല, കണ്ട് കുറേ നാളുകൊണ്ട് വ്രതമൊക്കെ എടുക്കുവാനും തിങ്കളാഴ്ച ശിവരമ്പലമില്ല. എൻ്റെ സ്വന്തം നാട് ഏറ്റുമാൻ്റെ ഇവിടെ കല്യാണം കഴിച്ച് വന്നതാണ്. ഏറ്റുമാനാണ് നാട് അല്ലേ? പിന്നെ ഇവിടെ വന്ന നാൾ തൊട്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോഴും തിങ്കളാഴ്ച തോറും ഇവിടെ വരുന്നുണ്ട്. ഉണ്ണിഗണപതി
ഗണപതിയുടെ അത്ഭുത സിദ്ധികളാണ് സന്താനങ്ങളില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു പുത്രനെ തരണേന്ന്. പുത്രനുണ്ടായാൽ ഉണ്ണിയപ്പം കൊണ്ട് മൂടാമെന്നും അദ്ദേഹം പറഞ്ഞു. അധികം താമസിയാതെ തന്നെ തമ്പുരാന് ഒരു ഉണ്ണി പിറന്നു. സന്തോഷവാനായി തമ്പുരാൻ. സംതൃപ്തനായ തമ്പുരാൻ വഴിപാട് നടത്താനായി അമ്പലത്തിലെത്തി. രാത്രി വരെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടും ഭഗവാനെ മൂടാൻ സാധിച്ചില്ല. ഒടുവിൽ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് തമ്പുരാൻ ഭഗവാനോട് പറഞ്ഞു. അന്നു മുതലാണത്രേ ഉദയാസ്തമന പൂജ ഉണ്ടായത് എന്ന് വിശ്വാസമുണ്ട്. ഇനി വഴിപാടിലേക്ക് പോവാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉണ്ണിയപ്പമാണ് എന്ന് അറിയാലോ. കൂടാതെ ഗണപതിക്ക് തുലാഭാരമുണ്ട്, കറുകമാല, നാളികേരമുടക്കൽ, പഞ്ചാമൃതം, ത്രിമധുരം എന്നീ വഴിപാടുകളും ഇവിടെ ചെയ്തു വരുന്നു. വിനായക ചതുർത്ഥി ദിവസം ഭഗവാന് മോദക വഴിപാടും ഉണ്ട്, വർഷത്തിലൊരിക്കൽ. മഹാദേവന് ധാര, ശംഖാഭിഷേകം, കൂവളമാല, പിൻവിളക്ക്, കുടുംബസമേത സങ്കല്പത്തിലുള്ള ശിവനായതിനാൽ ഉമാമഹേശ്വര അർച്ചനയും ഇവിടെ ചെയ്തു വരുന്നു. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം, എള്ളുതിരി, പുഷ്പാഭിഷേകം, പാർവതിക്ക് പട്ടും താലിയും ചാർത്തൽ, മഞ്ഞൾപ്പൊടി അഭിഷേകം, ഊട്ടുപായസം, ബാലസുബ്രഹ്മണ്യന് ഷഷ്ടിനാളുകളിൽ വിശേഷ പൂജകൾ തന്നെയുണ്ട്. പിന്നെ വഴിപാട് നിരക്കുകളെല്ലാം ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വഴിപാടിനെ കുറിച്ചും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്ന് ഞാൻ പറയാം. ഞാൻ എത്തിയ കാര്യം കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഈ ട്രെയിൻ കയറുന്നത്. ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആണിത്. എല്ലാ ദിവസവും ഉണ്ട്. ഗുരുവായൂരിൽ നിന്ന് 5:50 പുറപ്പെടും. തൃശ്ശൂരിൽ 6:20 എത്തി. കൊട്ടാരക്കര ഞങ്ങൾ 12:50 എത്തിയിരിക്കുന്നത്. അമ്പലത്തിലേക്കൊരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ 27 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6:27 കൊട്ടാരക്കരയിൽ നിന്ന് ഗുരുവായൂരേക്ക് ട്രെയിനുണ്ട്. രാത്രി 2:10 ഗുരുവായൂരെത്തുന്നത്. ഞങ്ങൾ ഒരു 12:50 എത്തിയത് കാരണം നല്ല വിശപ്പായതിനാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു പത്മ കഫേയിൽ പോയി. ഒന്നും പറയാൻ ആവില്ല, കാരണം വെച്ചാൽ അടിപൊളി ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. പായസമൊക്കെ കഴിച്ചപ്പോൾ ഒരു കല്യാണ സദ്യ കഴിച്ചൊരു ഫീലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ ഹോട്ടൽ സമുദ്രയിലെത്തി. നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2250 രൂപയുള്ളൂ. AC റൂമാണ്. നന്നായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അവിടെ ഭക്ഷണവും ഉണ്ട്. പിന്നെ കുളിച്ചു മാറ്റി ഞങ്ങൾ 5 മണിയോടുകൂടി അമ്പലത്തിലെത്തുമായിരുന്നു. നിരവധി ദൈവിക ചൈതന്യങ്ങൾ കൂടിയിരിക്കുന്ന ഒരു ദേവസംഗമ ഭൂമിയാണ് ഈ ക്ഷേത്രം. ഇവിടെ വന്ന് തൊഴുതു മടങ്ങുക എന്നത് ഭക്തരുടെ മഹാഭാഗ്യം തന്നെയാണ്. ഈ ഭാഗ്യം എനിക്കുണ്ടാവാനുള്ള കാരണം കോഴിക്കോട് ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ജീവനക്കാരനായ ശ്രീ രാജീവ് മാരാരാണ്. അദ്ദേഹം നല്ല ഒരു ജ്യോതിഷ പണ്ഡിതനും അതിലുപരി അതിപ്രഗത്ഭനായ ഒരു കലാകാരനും കൂടിയാണ്. ഭക്തിസാന്ദ്രമായ ഒരുപാട് ഗാനങ്ങൾക്ക് ജന്മം നൽകിയ അദ്ദേഹത്തിൻ്റെ വരികൾ ചെങ്ങന്നൂർ ശ്രീകുമാർ, ഉണ്ണിമേനോൻ അങ്ങനെയുള്ള പ്രശസ്ത ഗായകർ പാടിയിട്ടുണ്ട്. വലിയ ഒരു മൂകാംബിക ഭക്തനായ മാരാർ മൂകാംബിക ദേവിയെക്കുറിച്ചും വളയനാടമ്മ, പിഷാരികാവിലമ്മ, തളി മഹാദേവൻ എന്നിങ്ങനെ പല ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു റിട്ടയർഡ് ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കാനാണ് പറയുകയും നമ്മളൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ ടൈമിൽ നമ്മൾ കുറച്ച് ആക്റ്റീവായിരിക്കുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു സുഖം ഉണ്ടാവും. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ ഈ ശ്രീ രാജീവ് മാരാരും എൻ്റെ ഫാമിലി ഫ്രണ്ടായ സജു പണിക്കരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്പലത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അമ്പലത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പം കുട്ടികളും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു ആ വീഡിയോ ഒക്കെ നീ കുറച്ചും കൂടെ നന്നാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഗുരുവായൂർ അടക്കം കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തു. ഞാൻ അപ്പം ഭയങ്കര ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു തടസ്സങ്ങളൊക്കെ ഫീൽ ചെയ്തപ്പം കൊട്ടാരക്കര ഗണപതിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. എന്നെ ഇവിടേക്ക് എത്തിച്ച ഭഗവാനും ശ്രീ രാജീവ് മാരാർക്കും വീഡിയോ എടുക്കാൻ അനുമതി തന്ന അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം വിഭാഗത്തിനും സജു പണിക്കർക്കും ഈ വീഡിയോയിൽ സഹകരിച്ച് എനിക്കെല്ലാം പറഞ്ഞു തന്ന
ശ്രീ നാരായണ നമ്പൂതിരിക്കും ഇവിടെയുള്ള മേൽശാന്തി അടക്കമുള്ള എല്ലാ ശാന്തിമാർക്കും ഞാൻ പ്രാർത്ഥനയോടെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം.